കേന്ദ്ര സർക്കാർ വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ടെറ്റനസ് ഇഞ്ചക്ഷന് സംസ്ഥാനത്ത് കൃത്രിമക്ഷാമമുണ്ടാക്കി ഉത്തരേന്ത്യൻ മരുന്ന് കമ്പനികൾ. വില പകുതിയായി കുറച്ചതോടെ ടെറ്റനസ് ടോക്സോയിഡിനൊപ്പം ഡിഫ്തീരിയ മരുന്നും ചേർന്ന ഇഞ്ചക്ഷൻ വിൽപ്പനയ്ക്ക് എത്തിച്ചാണ് വില നിയന്ത്രണത്തെ മറികടക്കുന്നത്. 10 രൂപ അധികം ഈടാക്കുന്ന ബദൽ മരുന്നിന്റെ വിൽപ്പനയിലൂടെ പ്രതിമാസം സംസ്ഥാനത്ത് നിന്നും കൊയ്യുന്നത് 4 കോടി രൂപയുടെ അധിക വരുമാനം. വില കുറച്ച മരുന്നുകളുടെ ഉൽപ്പാദനം അവസാനിപ്പിക്കുന്ന കമ്പനികൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കാത്തതാണ് ഔഷധ ലോബിക്ക് സഹായകമാകുന്നത്. വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, ഇത്രത്തോളം ഇങ്ങനെ കൊള്ള ഏത് അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നു? മാനദണ്ഡങ്ങൾ ഈ മരുന്ന് കമ്പനികളെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഇത്തരം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത്? പ്രജീഷ്, വില നിയന്ത്രണ പട്ടികയെ പറ്റിയാണ് ആദ്യം പറയുന്നത്. കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യവുമായി വരുന്ന നിത്യോപയോഗ മരുന്നുകളും ഏറ്റവും ജീവൻ രക്ഷാ മരുന്നുകളും ഉൾപ്പെടെയുള്ള മരുന്നുകളാണ് വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിൽ ആവശ്യ മരുന്നുകളുടെ വില നിയന്ത്രിക്കാനായി ഒരു പ്രത്യേക അതോറിറ്റിയെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നത്. ഇത്തരത്തിൽ വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന മരുന്നുകൾ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ആ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന വിലയിൽ വിൽക്കണം എന്ന് തന്നെയാണ് മാനദണ്ഡം. എന്നാൽ ഇത്തരത്തിലുള്ള വില നിയന്ത്രണം ഒരു ഘട്ടത്തിൽ പോലും നടപ്പാവാറില്ല. ഉത്തരേന്ത്യൻ മരുന്ന് കമ്പനികൾ വില നിയന്ത്രണത്തെ മറികടക്കുന്നത് ഇപ്രകാരമാണ്. ഒന്ന്, ആദ്യഘട്ടത്തിൽ വില നിയന്ത്രണം വരുന്ന ഘട്ടത്തിൽ തന്നെ അതിന്റെ ഉൽപാദനം, ആ വില നിയന്ത്രിച്ച മരുന്നിന്റെ ഉൽപാദനം നിർത്തിവെക്കും. അതോടൊപ്പം ഈ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മരുന്നിനൊപ്പം മറ്റൊരു കോമ്പിനേഷൻ മരുന്ന് കൂടി ഉൾപ്പെടുത്തി മറ്റൊരു രൂപത്തിൽ പുറത്തിറക്കുക. അങ്ങനെ പുറത്തിറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ പുതുതായി ഇറക്കുന്ന മരുന്ന് വില നിയന്ത്രണ പട്ടികയ്ക്ക് പുറത്താകും. അതോടൊപ്പം പഴയ മരുന്നിന് ക്ഷാമം അനുഭവപ്പെടുകയും ചെയ്യും. അതോടൊപ്പം ഇവർ നേരിട്ട് ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും നൽകുന്ന നിർദ്ദേശം ഈ പുതിയ മരുന്ന് നൽകുകയാണ്. പഴയ മരുന്നിന്റെ നിർമ്മാണം തങ്ങൾ നിർത്തിവെക്കുകയാണെന്ന ഒരു നിർദ്ദേശം കൂടി അവർ നൽകുന്നതോടുകൂടി ഈ പുതിയ മരുന്ന് രോഗികൾക്ക് നൽകേണ്ട ഒരവസ്ഥയിലേക്ക് ആശുപത്രികളും ഡോക്ടർമാരും എത്തിച്ചേരുന്ന ഒരു പ്രവണതയാണ് മുൻപ് കണ്ടുവരുന്നത്. ഇത്തരത്തിൽ മുമ്പ് നിരോധിച്ച നൂറുകണക്കിന് മരുന്നുകൾ ഇത്തരത്തിൽ അവർ പകരം മരുന്നുകൾ ഇറക്കി വില നിയന്ത്രണത്തെ മറികടന്നിട്ടുണ്ട്. വില നിയന്ത്രണത്തെ മറികടക്കുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത് വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇറക്കുന്ന മരുന്നിനേക്കാൾ 4-5 ഇരട്ടിയാവും ഈ പകരമായി ഇറക്കുന്ന ബദൽ മരുന്നിന്റെ വില എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ ജനുവരി 24-നാണ് 22 അത്യാവശ്യ മരുന്നുകളെ ജനങ്ങൾക്ക് ജീവൻ രക്ഷയ്ക്ക് ആവശ്യമായ മരുന്നുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്ത ടെറ്റനസ് ടോക്സൈഡ്, നമ്മൾ നാട്ടിൻപുറങ്ങളിലെല്ലാം TT ഇഞ്ചക്ഷൻ എന്ന ചുരുക്കപ്പേരോടുകൂടി വിളിക്കുന്ന ഇഞ്ചക്ഷൻ, ഇത് മുറിവേൽക്കുന്നവർക്കും ശസ്ത്രക്രിയകൾക്ക് വിധേയരാകുന്നവർ, അപകടത്തിൽപ്പെടുന്നവർ, ഗർഭിണികൾ എന്നിവർക്കെല്ലാം തന്നെ അണുബാധ ഉണ്ടാകാതിരിക്കാനായി നൽകുന്ന ഒരു ഇഞ്ചക്ഷനാണ്. ഈ ഒരു ഇഞ്ചക്ഷനാണ് കേന്ദ്ര സർക്കാർ 22 മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി വില നിയന്ത്രണത്തിന് വിധേയമാക്കിയത്. 10 രൂപ 80 പൈസയായിരുന്നു. 10 രൂപ 80 പൈസയായിരുന്നു ഇതിന്റെ മുൻപുള്ള വില. ഈ ഒരു വില 5 രൂപ 53 പൈസയാക്കിയാണ് കേന്ദ്ര സർക്കാർ നിജപ്പെടുത്തിയത്. എന്നാൽ ഈ ഒരു ഉത്തരവ് പുറത്തു വന്നതോടുകൂടി ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന 2 കമ്പനികൾ, പൂനെയിലും ഹൈദരാബാദിലും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 2 കമ്പനികൾ ഇതിന്റെ നിർമ്മാണം നിർത്തിവെക്കുകയും ടോക്സോയിഡിനൊപ്പം ഡിഫ്തീരിയ വാക്സിൻ കൂടി ചേർത്ത് ഇറക്കുന്ന മറ്റൊരു മരുന്ന് ഇതിന് പകരമായി കൊണ്ടുവരികയുമാണ് ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ വില നിയന്ത്രണം നടപ്പായില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് ഈ ഡിഫ്തീരിയ കൂടി ചേർന്ന് വരുന്ന മരുന്ന് വാങ്ങാൻ ടെറ്റനസ് ടോക്സോയിഡിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച വിലയേക്കാൾ 10 രൂപ അധികം നൽകേണ്ട ഒരു അവസ്ഥ കൂടി സംജാതമായിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ മറ്റൊരു മാർഗമില്ല. ഇത്തരത്തിൽ ശസ്ത്രക്രിയകൾക്ക് വിധേയരാകുന്നവർ, അപകടത്തിൽപ്പെട്ട് പരിക്കേൽക്കുന്നവർ, ഇവർക്കെല്ലാം തന്നെ അണുബാധയിൽ നിന്ന് പൂർണ്ണ സംരക്ഷണം നൽകണമെങ്കിൽ ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുക്കണം എന്നതുകൊണ്ട് തന്നെ അവർ ഈ 10 രൂപ അധികം നൽകി 15 രൂപയിലധികം നൽകിയാണ് ഇപ്പോൾ ഈ ഇഞ്ചക്ഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രതിമാസം 4 ലക്ഷം ടെറ്റനസ് ഇഞ്ചക്ഷനുകളാണ് കേരളത്തിൽ നിന്ന് ചെലവാകുന്നത് എന്നാണ് IMAയുടെ കണക്കുകൾ. ഏതായാലും ഇത്തരത്തിലുള്ള ഈ ഒരു 4 ലക്ഷം രൂപയുടെ അധിക കച്ചവടം നടക്കുമ്പോൾ ഒരു മരുന്നിന് 10 രൂപയിലധികം കിട്ടുന്നു. 4 കോടിയിൽ അധികം രൂപയുടെ അധിക വരുമാനമാണ് ഇത്തരത്തിൽ മരുന്ന് കമ്പനികൾ വില നിയന്ത്രണത്തെ മറികടന്നുകൊണ്ട് നേടുന്നത്. ഇത്തരത്തിൽ വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന മരുന്നുകളുടെ ഉൽപാദനം നിർത്തുമ്പോൾ ആ കമ്പനികൾക്കെതിരെ കേന്ദ്ര സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതാണ് ഈ കമ്പനികൾക്ക്, ഉത്തരേന്ത്യൻ മരുന്ന് രൂപികൾക്ക് വളം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അതായത് ദിൽജിത്ത് നേരത്തെ തന്നെ, കാരണം ഇത്തരത്തിലുള്ള കൊള്ളകൾ ഇപ്പോൾ ടെറ്റനസിന്റെ വാർത്തയാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ പോലും ജീവൻ രക്ഷാ മരുന്നുകളിൽ പോലും ഇത്തരം കൃത്രിമങ്ങളൊക്കെ തന്നെ കാട്ടുന്ന വാർത്തകളൊക്കെ തന്നെ 6 മാസം മുമ്പ് അടക്കം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. പക്ഷേ കേന്ദ്ര സർക്കാർ ഇത്തരം കണക്കുകൾ അല്ലെങ്കിൽ ഈ കൊള്ളയുടെ കണക്കുകളൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടും നടപടി എടുക്കുന്നില്ല എന്നതാണോ, അതോ ഈ രീതിയിലുള്ള ഒരു കൈകഴുകിയുള്ള കൊള്ള ആ രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? കണക്കുകളും ഒപ്പം തന്നെ നടപടികളിലേക്ക് എടുക്കാൻ സാധ്യമായ വഴികളൊക്കെ ഉണ്ടായിട്ടുകൂടിയാണോ ഇത്തരം കൊള്ള നടക്കുന്നത്? പ്രജീഷ്, ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം എന്ന് പറഞ്ഞാൽ തങ്ങൾ വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തുക ജീവൻ രക്ഷാ മരുന്നുകളും നിത്യോപയോഗ മരുന്നുകളും അടക്കം ജനങ്ങൾക്ക് അടിസ്ഥാനപരമായി ആവശ്യമുള്ള മരുന്നുകളുടെ വില കുറച്ച് നൽകുക, അതിനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നത് മാത്രമാണ് തങ്ങളുടെ കടമ. എന്നാൽ ഇത്തരത്തിൽ വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മരുന്നുകൾ അവ മാർക്കറ്റിൽ ലഭ്യമാകുന്നുണ്ടോ, അവയുടെ ഉൽപാദനം ഉറപ്പുവരുത്താനുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് 10 രൂപ, ഈ ടെറ്റനസിന്റെ കാര്യം മാത്രം എടുത്താൽ 10 രൂപ 80 പൈസ ഉണ്ടായിരുന്ന ഒരു മരുന്നിന്റെ വില കേന്ദ്ര സർക്കാർ 5 രൂപ 53 പൈസയാക്കി കുറയ്ക്കുന്നു. അപ്പോൾ ആ കമ്പനി തുടർന്നും ആ നിർമ്മാണം നടത്തി വന്നാൽ മാത്രമേ അത് മാർക്കറ്റിൽ ലഭ്യമാകുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ വില നിയന്ത്രണത്തിന്റെ ഒരു ഫലം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വന്നു ചേരുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരെ വിപരീത ഫലമാണ്. അവർ 10 രൂപ 80 പൈസ മാത്രം നൽകി വാങ്ങിക്കൊണ്ടിരുന്ന ടെറ്റനസ് വില നിയന്ത്രണം നടപ്പാക്കിയതോടുകൂടി മറ്റൊരു മരുന്നിന്റെ രൂപത്തിൽ പുറത്തു വന്നപ്പോൾ 5 രൂപ 80 പൈസ നൽകി വാങ്ങേണ്ട ഒരു ഗതിയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് തീർത്തും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്. അതോടൊപ്പം ജനങ്ങൾ ടെറ്റനസ് ഇഞ്ചക്ഷനൊപ്പം ഡിഫ്തീരിയ മരുന്ന് അനാവശ്യമായി കുത്തിവെക്കുന്നു എന്നടക്കം 4 ലക്ഷത്തോളം ആളുകൾ പ്രതിമാസം കേരളത്തിൽ ഡിഫ്തീരിയ മരുന്നിന്റെ അനാവശ്യ കുത്തുകൊള്ളുന്നു എന്നൊരു അപകടത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ വിരൽ ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം മുമ്പും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ടെറ്റനസ് പോലെ ഒരു ഇഞ്ചക്ഷൻ ജനങ്ങൾ കൂടുതലായി പൊതുവെ ഉപയോഗിച്ചു വരുന്ന ഒരു ഇഞ്ചക്ഷനിൽ പോലും ഇത്തരത്തിലുള്ള ഒരു കൃത്രിമം നടത്തി ക്ഷാമം ഉണ്ടാക്കി പകരം ഒരു മരുന്ന് കൊണ്ടുവന്ന ഇത്തരത്തിൽ വലിയൊരു കൊള്ള നടത്തുന്ന കമ്പനികൾക്കെതിരെ പോലും കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ ഉണ്ടാകുന്നില്ല. ശരി, വ്യക്തമാണ്. വലിയ തട്ടിപ്പ് തന്നെ ഈ മേഖലയിൽ, മരുന്ന് മേഖലയിൽ ഉണ്ടാകുന്നു. അതിൻ്റെ കണക്കുകൾ സഹിതമാണ് ദിൽജിത്ത് റിപ്പോർട്ട് ചെയ്തത്. ഒരു വാർത്തയിലേക്ക്. പുതുവൈപ്പിനിലെ പാചകവാതക ഇറക്കുമതി ടെർമിനലുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ വ്യക്തമാക്കി IOCയുടെ പത്രപരസ്യം. പാരിസ്ഥിതിക അനുമതിയിലോ തീരദേശ നിയന്ത്രണ മാനദണ്ഡങ്ങളിലോ ലംഘനം നടന്നിട്ടില്ലെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. വിശദാംശങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, ഇക്കാര്യത്തിൽ വിശദീകരണങ്ങളൊക്കെ IOCയുടെ ഭാഗത്തു നിന്നും എങ്ങനെയാണ് വരുന്നത്? ജനങ്ങളെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന തരത്തിലേക്കാണോ പരസ്യം നൽകിയിരിക്കുന്നത്? പരസ്യത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? പ്രജീഷ്, ഈ IOCയിൽ അവിടുത്തെ പ്രദേശവാസികൾ ഈ പുതിയ LPG സംഭരണ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം ശക്തമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു പത്രപരസ്യം IOC ഇന്ന് നൽകിയിരിക്കുന്നത്. IOC പ്രധാനമായും ഈ IOC പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരു പാചകവാതകത്തിൻ്റെ ഉപഭോഗം ഇനി വരാൻ പോകുന്ന ഭാവിയിൽ എത്രത്തോളം പ്രാധാന്യമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഈ പത്രപരസ്യം ആരംഭിക്കുന്നത്. കൂടാതെ ഈ പ്ലാന്റ് എത്രത്തോളം സുരക്ഷിതമാണ്, ഈ പ്ലാന്റ് എല്ലാവിധ പാരിസ്ഥിതിക അനുമതിയും അതോടൊപ്പം തന്നെ എല്ലാ തീരദേശ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ പ്ലാന്റ് ആരംഭിച്ചിരിക്കുന്നതെന്നും എല്ലാം വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു പത്രപരസ്യം നൽകിയിരിക്കുന്നത്. ഈ പ്രധാനമായും നേരത്തെ മുഖ്യമന്ത്രി ഇവരെല്ലാം വിളിച്ചു ചേർത്ത് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇതെല്ലാം തന്നെ ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്ന ലക്ഷ്യത്തോടെ പിന്നീട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ IOC ഒരു പത്രപരസ്യം നൽകിയിരിക്കുന്നത്. ഈ പുതിയ പ്ലാന്റ് ലോക നിലവാരത്തിൽ, ഈ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ലോക നിലവാരമാണ് പുലർത്തിയിരിക്കുന്നതെന്ന് ഈ പത്രപരസ്യത്തിൽ പറയുന്നു. പ്രധാനമായും ഒരു ബോയിലർ പ്ലാന്റ് 500 ഡിഗ്രി സെൽഷ്യസിൽ പോലും ഒരു ചൂട് പിടിക്കാൻ അല്ലെങ്കിൽ തീ പടരാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഭൂകമ്പങ്ങളെയും അതുപോലെ സുനാമി, വെള്ളപ്പൊക്കം പോലുള്ള എല്ലാ പ്രകൃതിക്ഷോഭങ്ങളെയും ഈ പ്ലാന്റ് തരണം ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഗുജറാത്തിൽ നേരത്തെ ഭൂകമ്പം ഉണ്ടായപ്പോൾ പോലും ഇത്തരത്തിലുള്ള പ്ലാന്റുകൾക്ക് യാതൊരു തകരാറും സംഭവിച്ചില്ല. IOC സ്ഥാപിച്ച പ്ലാന്റുകളാണ് അവിടെയും ഉണ്ടായിരുന്നത് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു പരസ്യം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇത് 10 ലക്ഷത്തിൽ 1% മാത്രമാണ് അപകട സാധ്യതയെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമായും ഇത് സംബന്ധിച്ച് പ്രദേശവാസികൾക്ക് ആരോഗ്യകരമായ യാതൊരു പ്രശ്നവുമില്ല.
പാടില്ല. ഇതിലും നിറമോ മണ്ണമോ ഒന്നും ചേർക്കാതെ എല്ലാവിധ സംരക്ഷണത്തിലൂടെയാണ് ഈ സംഭവം ഈ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്ലാന്റിൻ്റെ എല്ലാ അല്ലെങ്കിൽ തീരദേശ നിയമങ്ങളും അതോടൊപ്പം തന്നെ എല്ലാവിധ പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ യാതൊരു CRZ പോലുള്ള എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ പ്ലാന്റ് നിർമ്മിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നു. മാത്രമല്ല ഈ പ്ലാന്റ് കൊച്ചി പോർട്ട് ട്രസ്റ്റിന് കീഴിലായതിനാൽ ഇതിൻ്റെ പഞ്ചായത്ത് ആക്ട് പ്രകാരം പഞ്ചായത്തിൻ്റെ അനുമതി വേണ്ടെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് പോർട്ട് ട്രസ്റ്റിൻ്റെ അനുമതി മാത്രമേ ആവശ്യമുള്ളൂ എന്നും ഇവർ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ ഈ പ്ലാന്റ് സ്ഥാപിക്കുന്ന വഴി ഇപ്പോൾ കേരളത്തിലെ ഉപഭോഗം ഒരു 2022 ആകുമ്പോഴേക്കും 95% ഇന്ത്യയിലാകമാനം ഈ ഒരു LPGയുടെ ഉപഭോഗം ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ ഈ ഇത്തരത്തിലൊരു പ്ലാന്റ് കൊച്ചിയിൽ വന്നേ മതിയാവും. കേരളത്തിൻ്റെ പാചകവാതകത്തിലുണ്ടാകുന്ന എല്ലാവിധ ആശങ്കകളും അകറ്റി അല്ലെങ്കിൽ ഈ പാചകത്തിലുണ്ടാകുന്ന എല്ലാ ഉപഭോഗം കൂടുന്നതനുസരിച്ച് ഉണ്ടാകുന്ന മാന്ദ്യം മറികടക്കാൻ വേണ്ടിയാണ് ഈ പ്ലാന്റ് എന്ന് ഇവർ വ്യക്തമാക്കുന്നു. ഈ ജനങ്ങളുടെ എല്ലാവിധ ആശങ്കകളും ദൂരീകരിക്കുന്ന രീതിയിലാണ് ഇവർ ഒരു പത്രപരസ്യം വിശദമായി തന്നെ നൽകിയിരിക്കുന്നത്. പ്രജീഷ്. ശരി, സിബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ചാണ് അന്വേഷണ സംഘം മൊഴിയെടുക്കുക. പൾസർ സുനിക്ക് കീഴടങ്ങാൻ സഹായം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുനിയുടെ സുഹൃത്തുക്കൾ തന്നെ വന്ന് കണ്ടിരുന്നതായി ഫെനി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം കാവ്യമാധവന്റെ ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ കണ്ടെത്തി. കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള കാക്കനാട്ടെ ഓൺലൈൻ വസ്ത്രവ്യാപാര കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ ലഭിച്ചതായാണ് വിവരം. നടി ആക്രമിക്കപ്പെടുന്നതിന് മുൻപുള്ള ദിവസം ഈ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും സംശയാസ്പദമായ രീതിയിൽ പണം കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചതായാണ് സൂചന. അക്കൗണ്ട്സ് രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് 2 ലക്ഷം രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടതിന്റെ വിവരം പോലീസിന് ലഭിച്ചു. കൂടാതെ ഈ ദിവസത്തേതുൾപ്പെടെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ടതായും കണ്ടെത്തി. പൾസർ സുനി ദിലീപിനെഴുതിയ കത്തിൽ കാക്കനാട്ടെ സ്ഥാപനത്തിന്റെ പേര് പരാമർശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. അതേസമയം സരിതയുടെ മുൻ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണനിൽ നിന്ന് അന്വേഷണ സംഘം ഇന്ന് മൊഴിയെടുക്കും. പൾസർ സുനിക്ക് കീഴടങ്ങാൻ സഹായം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുനിയുടെ 2 സുഹൃത്തുക്കൾ തന്നെ വന്ന് കണ്ടിരുന്നതായി ഫെനി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മാവേലിക്കര കോടതിയിൽ കീഴടങ്ങാമെന്നറിയിച്ചപ്പോൾ മാഡത്തിനോട് ചോദിച്ച ശേഷം പറയാമെന്ന് അവർ പറഞ്ഞതായും ഫെനി വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ ദിലീപിനെ വിളിച്ചു പറഞ്ഞുവെന്നും തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ദിലീപ് തന്നോട് പറഞ്ഞതായും ഫെനി വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഫെനിയിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കും. സുനിയുടെ സുഹൃത്തുക്കൾ പരാമർശിച്ച മാഡത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് ചില വിവരങ്ങൾ ലഭിച്ചതായും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ സഹകരണ ബാങ്ക് ഉൾപ്പെടെ 6 സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് കടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അറിയിച്ചു. 245 കോടി ആസ്തിയുള്ള കടയ്ക്കൽ ബാങ്കിൽ 6 ലക്ഷം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന CBIയുടെ കണ്ടെത്തൽ ശരിയല്ല. റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് നിക്ഷേപം സ്വീകരിച്ചതെന്ന് ഭരണസമിതി അറിയിച്ചു. നോട്ട് നിരോധന കാലയളവിൽ മതിയായ രേഖകളില്ലാതെ 6 ലക്ഷത്തോളം രൂപയോളം സ്വീകരിച്ചെന്ന CBI വാദം വിചിത്രമെന്ന് കടയ്ക്കൽ സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ പക്ഷം. KYC മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. ആദ്യം നിക്ഷേപകരായ 5 പേർ പാൻ കാർഡ് ഹാജരാക്കിയിരുന്നില്ല, പിന്നീട് ഹാജരാക്കുകയും ചെയ്തു. റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ പാലിച്ചാണ് നിക്ഷേപം സ്വീകരിച്ചതെന്നും ഭരണസമിതി അറിയിച്ചു. കടയ്ക്കൽ സർവീസ് സെന്റർ ബാങ്ക് ഉൾപ്പെടെയുള്ള കൊല്ലം ജില്ലയിലെ 6 ബാങ്കുകൾ എന്തോ വലിയ കള്ളപ്പണം വെളുപ്പിക്കലോ ഏത് ഭയങ്കര കുറ്റകൃത്യം ചെയ്തു എന്ന തരത്തിൽ ആവർത്തിച്ച് ജനമധ്യത്തിൽ ഞങ്ങളെ കളങ്കപ്പെടുത്താനും കേരളത്തിലെ ഏറ്റവും സാമ്പത്തികമായ സുസ്ഥിരതയും അച്ചടക്കത്തോടും കൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ സ്ഥാപനത്തെ വല്ലാതെ കടന്നാക്രമിച്ച് ജനങ്ങളുടെ ഇടയിൽ ഇതിന്റെ വിശ്വാസ്യത തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല ദുരുദ്ദേശപരമാണെന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനെ ഞങ്ങൾ അപലപിക്കുകയാണ്. 51,000 മുതൽ 2.5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങളാണ് അക്കൗണ്ടുകളിൽ സ്വീകരിച്ചത്. അതേസമയം കേരളത്തിലെ സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢശ്രമങ്ങളുടെ ഭാഗമാണ് CBIയുടെ ആരോപണമെന്ന് കേരള പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി അസോസിയേഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. GST വിപണിയിൽ സൃഷ്ടിച്ച അനിശ്ചിതത്വം മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. അതേസമയം പുതിയ നികുതി സമ്പ്രദായത്തിന്റെ മറവിൽ ഉപഭോക്താക്കളെ ചൂഷണത്തിനിരയാക്കുന്നത് തടയാൻ ബോധവൽക്കരണവുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തി. GST നിലവിൽ വന്നതോടെ വിപണിയിൽ വലിയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. വ്യാപാരികളും വിതരണക്കാരും ഏറെ ആശയക്കുഴപ്പത്തിലാണ്. അതേസമയം പുതിയ നികുതി സമ്പ്രദായത്തിന്റെ മറവിൽ ഉപഭോക്താക്കളെ ചൂഷണത്തിനിരയാക്കുന്നത് തടയാൻ സർക്കാർ ബോധവൽക്കരണം നടത്തുമെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. തൽക്കാലം ഒരു 100 ഉൽപ്പന്നങ്ങളുടെയെങ്കിലും
നേരത്തെ ഉണ്ടായിരുന്ന നികുതി എത്ര, ഇപ്പോൾ GST നികുതി എത്ര ശതമാനം നികുതി കുറഞ്ഞു എന്നുള്ളത് പത്രത്തിൽ പരസ്യമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. GST നിലവിൽ വരുന്നതിന് മുൻപ് സ്റ്റോക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ ഏത് വിലയ്ക്ക് വിൽക്കണമെന്നും അവയുടെ നികുതി ഘടന എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. ഈ അനിശ്ചിതത്വം നാളുകൾ നീണ്ടു നിൽക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ് പറഞ്ഞു. നികുതി എങ്ങനെ പിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നതിനെക്കുറിച്ചും അതുപോലെ അന്തർ സംസ്ഥാന ചരക്ക് കൈകാര്യം ചെയ്യുന്നവരെക്കുറിച്ചും ഒക്കെ തന്നെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഓണവും വിവാഹ സീസണും എത്തുന്നതോടെ സ്വർണ്ണ വിപണിയിൽ ഉൾപ്പെടെ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് ഉപഭോക്താക്കൾക്കും പ്രതികൂലമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. GST ഭിന്നശേഷിക്കാർക്ക് തിരിച്ചടിയാകുന്നു. ഭിന്നശേഷിക്കാരുടെ സഹായ ഉപകരണങ്ങൾക്ക് ഉയർന്ന GST ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. നികുതി ചുമത്തൽ ഭിന്നശേഷി അവകാശ സംരക്ഷണ ബില്ലിലെ വ്യവസ്ഥകൾക്ക് എതിരാണെന്നും വിമർശനം. GST നിലവിൽ വന്നതോടെ കാഴ്ചശക്തിയില്ലാത്തവർ ഉപയോഗിക്കുന്ന ബ്രെയിൽ പേപ്പർ, ബ്രെയിൽ ടൈപ്പ്റൈറ്റർ, കേൾവി സഹായികൾ, വീൽചെയർ തുടങ്ങി ഭിന്നശേഷിക്കാരുടെ സഹായ ഉപകരണങ്ങൾക്ക് 5 മുതൽ 18% വരെ നികുതി വേണം. മുമ്പ് ഭിന്നശേഷിക്കാരുടെ ഉപകരണങ്ങൾക്ക് നികുതി ഉണ്ടായിരുന്നില്ല. 2016 പാർലമെന്റ് പാസാക്കിയ ഭിന്നശേഷി അവകാശ സംരക്ഷണ ബില്ലിൽ ഇവർക്കുള്ള ഉപകരണങ്ങൾ സൗജന്യമായോ കുറഞ്ഞ നിരക്കിലോ നൽകണമെന്നാണ് വ്യവസ്ഥ. ഇതിന് ഘടകവിരുദ്ധമാണ് നികുതി ചുമത്താനുള്ള തീരുമാനമെന്ന് ഭിന്നശേഷി അവകാശ സംരക്ഷണ വേദി അഖിലേന്ത്യാ സെക്രട്ടറി മുരളീധരൻ പറഞ്ഞു. ഇതെല്ലാ ഉപകരണങ്ങളും നേരത്തെ ടാക്സ് റെജീമിന് പുറത്തായിരുന്നു. 0% ടാക്സ്, കസ്റ്റംസ് ഉണ്ടായിരുന്നില്ല, വാറ്റ് ഉണ്ടായിരുന്നില്ല, പല സ്ഥലത്തും പല സ്റ്റേറ്റ്സിനും വാറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു പുതിയ റെജീം നമ്മൾ കൊണ്ടുവരുമ്പോൾ ടാക്സ് റെജീം കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം ഐറ്റം ടാക്സബിൾ ആവും. ഇറ്റ് വിൽ ബി അൺഅഫോർഡബിൾ. ഭിന്നശേഷിക്കാരുടെ ഉപകരണങ്ങളെ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്കും സംസ്ഥാന ധനമന്ത്രിമാർക്കും ഭിന്നശേഷി അവകാശ സംരക്ഷണ വേദി കത്തയച്ചിരുന്നു. എന്നാൽ ത്രിപുര, കേരള ധനമന്ത്രിമാർ മാത്രമാണ് അനുകൂല നിലപാട് സ്വീകരിച്ചത്. GST കൗൺസിൽ യോഗത്തിൽ കേരള ധനമന്ത്രി തോമസ് ഐസക് വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അനുകൂല നടപടി ഉണ്ടായില്ല. പൂജാവസ്തുക്കൾക്ക് നികുതി ഒഴിവാക്കിയ സർക്കാർ ഭിന്നശേഷിക്കാരെ പരിഗണിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ സർക്കാർ നിങ്ങൾക്ക് ഡിസേബിൾഡ് ആൾക്കാർക്ക് ദിവ്യാംഗ് എന്നൊരു പേരിട്ടു. ദൈവീയ ശക്തിയുള്ള ആൾക്കാരെ കഴിയുന്നില്ല. പക്ഷേ അതേസമയത്ത് ഇവർക്ക് ഉപയോരേണ്ട സ്ഥാനത്തിൽ നിന്ന് ടാക്സേഷൻ ഇടുകയാണ്. പൂജ ഐറ്റംസിനെല്ലാം ടാക്സേഷൻ പലതരം നില്ലാണ് ടാക്സേഷൻ. നിങ്ങൾ പൂജ മാത്രം ചെയ്താൽ മതി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട എന്നുള്ള മെസ്സേജാണ് ഡിസേബിൾഡ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. GST സംസ്ഥാനത്ത് അസമത്വമുണ്ടാക്കുമെന്ന് മന്ത്രി തോമസ് ഐസക്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വിലക്കയറ്റമുണ്ടാകാമെന്നും തോമസ് ഐസക് പറഞ്ഞു. GST സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതേസമയം ഉപഭോഗ സംസ്ഥാനമായ കേരളത്തിന് GST ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും അവസാനം ഉപഭോഗം നടക്കുന്ന സംസ്ഥാനത്തിനാണ് നികുതി വരുമാനം ലഭിക്കുക. അതിനാൽ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് GST ഗുണം ചെയ്യുമെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. എന്നാൽ GST സംസ്ഥാനത്ത് വലിയ അസമത്വം സൃഷ്ടിക്കും. ശ്രദ്ധിച്ചില്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. നികുതി കുറഞ്ഞാൽ എങ്ങനെ വിലക്കയറ്റം ഉണ്ടാവുന്നത് എന്നായിരിക്കും ചോദിക്കുക. നികുതി കുറഞ്ഞെന്ന് ഞാൻ പറയുമ്പോഴെല്ലാം മനസ്സിലാക്കണം. നിങ്ങൾ സാധനം മേടിക്കാൻ പോകുമ്പോൾ നേരത്തെ 14 കൊടുത്താൽ മതിയായിരുന്നു. ബില്ലുമ്പോൾ 14 ഉള്ളൂ, ഇപ്പോൾ 18. അപ്പം അതങ്ങ് എന്നാൽ 18% നികുതി വരുന്നേ കുറച്ച് വില കൂടി എന്ന് പറയാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും. പുതിയ നികുതി സംവിധാനത്തോടെ എല്ലാവരും സഹകരിക്കണമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു. എങ്ങനെ നികുതി ഒടുക്കാതിരിക്കാമെന്ന കാര്യത്തിലുള്ള ഗവേഷണം അവസാനിപ്പിക്കണമെന്നും മാത്യു ടി തോമസ് പറഞ്ഞു. MLA-മാരായ M. സ്വരാജ്, ജോൺ ഫെർണാണ്ടസ്, സെൻട്രൽ ടാക്സ് ചീഫ് കമ്മീഷണർ പുല്ലേല നാഗേശ്വര റാവു, മറ്റ് വ്യാപാരികൾ, വിതരണക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് ഇന്നു മുതൽ ബാറുകൾ തുറക്കും. പുതിയ മദ്യനയം ശനിയാഴ്ച നിലവിൽ വന്നെങ്കിലും 1-ാം തീയതി ഡ്രൈ ഡേ ആയതിനാൽ ബാറുകൾ തുറന്നില്ല. പഞ്ചനക്ഷത്ര ബാറുകൾ കൂടി കണക്കിലെടുത്താണ് 96 ബാറുകളാണ് ഇന്നു മുതൽ തുറക്കുക. പുതിയ മദ്യനയം അനുസരിച്ച് 80 ബാറുകൾ ലൈസൻസുകൾ പുതുക്കാനായി അപേക്ഷ നൽകിയിരുന്നു. ഇതിൽ 73 എണ്ണത്തിനാണ് ലൈസൻസ് ലഭിച്ചത്. 7 ബാറുകളുടെ അപേക്ഷ തടഞ്ഞുവച്ചിരിക്കുകയാണ്. കൃത്യമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ ഉള്ള ബാറുകൾക്ക് മാത്രമാണ് ലൈസൻസ് നൽകിയത്. ഇതനുസരിച്ച് അപേക്ഷ നൽകിയ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ബാറുകൾക്ക് ലൈസൻസ് ലഭിച്ചത് എറണാകുളം ജില്ലയിലാണ്, 20 ബാറുകൾ. ഏറ്റവും കുറവ് ആലപ്പുഴയിലുമാണ്, 1 എണ്ണം. കാസർഗോഡ്, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നിന്ന് ബാറുകൾക്കായി അപേക്ഷ നൽകിയിരുന്നുമില്ല. ഇടുക്കി ജില്ലയിൽ നിന്ന് 1 ബാറിന് അപേക്ഷ നൽകിയെങ്കിലും അനുമതി നൽകിയിട്ടില്ല. അന്തിമ പട്ടിക അനുസരിച്ച് വയനാട്ടിൽ 2, തൃശൂരിൽ 9, തിരുവനന്തപുരത്ത് 11, പാലക്കാട് 6, മലപ്പുറത്ത് 4, കോഴിക്കോട് 3, കോട്ടയത്ത് 6, കൊല്ലത്ത് 3, കണ്ണൂരിൽ 8 ബാറുകൾ പ്രവർത്തിക്കും. UDF സർക്കാർ ബാറുകൾ പൂട്ടിയപ്പോൾ 790 എണ്ണമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ 73 ബാറുകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുക. രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് പ്രവർത്തന സമയം. ന്യൂസ് ബ്യൂറോ,
തിരുവനന്തപുരം. കുൽഭൂഷൺ ജാദവ് കേസിൽ നയതന്ത്ര പരിഗണന ആവശ്യപ്പെട്ട് ഇന്ത്യ വീണ്ടും പാകിസ്ഥാനെ സമീപിച്ചു. ജാദവിനൊപ്പം പിടിയിലായിട്ടുള്ള മുംബൈ സ്വദേശി അൻസാരിക്കും കോൺസുലേറ്റിന്റെ നിയമസഹായം അനുവദിക്കണമെന്ന ആവശ്യം. അതേസമയം കുൽഭൂഷൺ ജാദവ് സമർപ്പിച്ചുള്ള ദയാഹർജി തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള 2 ഹർജികളിൽ ലാഹോർ ഹൈക്കോടതി വാദം കേൾക്കും. കുൽഭൂഷൺ ജാദവിനെ രക്ഷിക്കാൻ നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കുകയാണ് ഇന്ത്യ. ഓഗസ്റ്റിൽ രാജ്യാന്തര നീതിന്യായ കോടതി ജാദവ് കേസിൽ വിശദമായ വാദം കേൾക്കും. അതിനു മുമ്പ് പാക് സൈനിക കോടതി കുൽഭൂഷൺ ജാദവിനെ വധിക്കുമോ എന്ന സംശയം ശക്തമായ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പുതിയ നീക്കം. ജാദവിന് കോൺസുലേറ്റിന്റെ നിയമസഹായം ലഭിക്കാൻ അർഹതയുണ്ടെന്ന് ഇടക്കാല വിധിയിൽ രാജ്യാന്തര കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വീണ്ടും പാകിസ്ഥാനെ സമീപിച്ചു. നേരത്തെ 13ലേറെ തവണ ഇന്ത്യ ജാദവിന് കോൺസുലേറ്റ് സഹായം ലഭ്യമാക്കാൻ ശ്രമിച്ചെങ്കിലും പാകിസ്ഥാൻ തള്ളിയിരുന്നു. പാകിസ്ഥാൻ പിടികൂടിയ മുംബൈ സ്വദേശി ഹമീദ് നെഹാൽ അൻസാരിക്കും കോൺസുലേറ്റ് സഹായം നൽകണമെന്നാണ് പുതിയ ആവശ്യം. ഇക്കാര്യം പതിവ് പോലെ പാകിസ്ഥാൻ തള്ളാനാണ് സാധ്യത. എങ്കിലും ഇരുവരുടെ ജീവനും അപകടം പറ്റാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. അതേസമയം പാകിസ്ഥാൻ പട്ടാള കോടതിയുടെ വധശിക്ഷയ്ക്കെതിരെ ജാദവ് പാക് സൈനിക തലവന് നൽകിയ ദയാഹർജി തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള 2 ഹർജികൾ ലാഹോർ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഷ്ട്രപതി സ്ഥാനാർത്ഥി മീരാകുമാർ ഇന്ന് കേരളത്തിലെത്തും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സാമാജികരുമായി നേരിൽ കാണാനാണ് സന്ദർശനം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവരുമായി മീരാകുമാർ കൂടിക്കാഴ്ച നടത്തും. വൈകിട്ടാണ് കേരളത്തിലെത്തുക. ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി 1/2 കോടിയോളം രൂപ തട്ടിയെടുത്ത് 21-കാരിയും സുഹൃത്തും പിടിയിൽ. ഗുരുവായൂർ സ്വദേശിനി കൃഷ്ണേന്ദുവും സുഹൃത്തായ തൃശൂർ സ്വദേശി ജിൻസനുമാണ് പിടിയിലായത്. തട്ടിപ്പിനിരയായവർ നൽകിയ പരാതിയിലാണ് പാലാരിവട്ടം പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 85 പേരാണ് തട്ടിപ്പിനിരയായത്. 60,000 രൂപ മാസവേതനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ജോലി ഷാർജയിൽ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. 58,000 രൂപ വീതം 85 പേരിൽ നിന്നുമായി ലക്ഷങ്ങൾ തട്ടിച്ചു. തട്ടിപ്പ് ബോധ്യമായപ്പോൾ പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും ചെക്ക് നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അക്കൗണ്ടിൽ പണമുണ്ടായിരുന്നില്ല. തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം യുവതിയും സുഹൃത്തും ചേർന്ന് ധൂർത്തടിക്കുകയായിരുന്നു എന്ന് തട്ടിപ്പിനിരയായ യുവാക്കൾ പറഞ്ഞു. ഇപ്പോൾ അവളുടെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഔട്ട്സൈഡ് സെറ്റിൽമെൻറ്റിന് വേണ്ടി ചോദിച്ചപ്പം അവരൊരു ഗതിയില്ലാത്ത ഫാമിലിയാണ്. ഇവള് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്ന് ക്യാഷ് തീർത്തു. ഇവർ സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പനും അമ്മയും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കേസ് പോയിട്ട് ഞങ്ങൾക്ക് കോടതിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇത് പ്രതീക്ഷിക്കുന്നു. പരാതിയിൽ യുവതിക്കും സുഹൃത്തിനുമെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. ഇരുവരും ചേർന്ന് ബംഗളൂരുവിലും സമാന തട്ടിപ്പ് നടത്തിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ക്യാൻസർ രോഗികൾക്ക് സഹായം ചെയ്യുന്ന കൊച്ചുമിടുക്കന്റെ സൽപ്രവൃത്തി നാടിനും നാട്ടുകാർക്കും അഭിമാനമാകുന്നു. ആലപ്പുഴ കൊമ്മാടി സ്വദേശി അമരീന്ദർ എന്ന 6ാം ക്ലാസ്സുകാരനാണ് ഈ കൊച്ചുമിടുക്കൻ. 2 വർഷത്തോളം തന്റെ മുടി നീട്ടി വളർത്തിയ ശേഷം രോഗികൾക്കായി മുറിച്ചു നൽകുകയാണ് ഈ സ്കൂൾ വിദ്യാർത്ഥി. കഴിഞ്ഞ 6 വർഷമായി അമരീന്ദർ ഈ സൽപ്രവൃത്തി ചെയ്തു വരുന്നു. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും മുടി വളർത്തി ഫ്രീക്കന്മാർ ക്യാമ്പസുകളിൽ ചെത്തി നടക്കുന്ന നാട്ടിലാണ് സ്വന്തം മുടി വളർത്തി ക്യാൻസർ രോഗികൾക്ക് നൽകാൻ ഈ കൊച്ചുമിടുക്കൻ എത്തിയിരിക്കുന്നത്. 2014 ആലപ്പുഴ സ്വദേശി അമരീന്ദർ എന്ന ഈ സ്കൂൾ വിദ്യാർത്ഥി ആദ്യം മുടിമുറിച്ച് നൽകിയത്. ശ്രീകരിക്ക് 2 കുറിക്കേണ്ട വരാറായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് വാർത്തയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചിരി പൈസ കളക്ട് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ 30 മാസം വളർത്തി വലുതാക്കിയ മുടിയും മുറിച്ചു നൽകാനുള്ള ശ്രമത്തിലാണ്. അമ്മ ഷീബയാണ് മകന്റെ നീളമേറിയ മുടിയെ പരിപാലിച്ചു വരുന്നത്. ഇരി കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. അല്ല സ്കൂളിൽ ഇവൻ തനിയെ കെട്ടിപ്പോയാൽ വൃത്തിയാകത്തില്ല. തനിയെ കെട്ടാതിരിക്കത്തില്ല. കെട്ടിവെച്ചിട്ടാണ് വിടുന്നത്. മുടി വളർത്തി സ്കൂളിലെത്തിയതിന്റെ പേരിൽ ആദ്യം പഠിച്ച സ്കൂളിൽ നിന്നും ഈ കുട്ടിയെ പുറത്താക്കിയെങ്കിലും തന്റെ ദൗത്യത്തിൽ നിന്നും പിന്മാറാൻ ഈ കൊച്ചുമിടുക്കൻ തയ്യാറായില്ല. മറ്റൊരു സ്കൂളിൽ പഠനം തുടർന്നു വരുന്നതിനിടയിലാണ് വീണ്ടും മുടി മുറിച്ചു നൽകാൻ തയ്യാറായിരിക്കുന്നത്. അച്ഛൻ ഭുവനേന്ദ്രനാണ് ഈ കൊച്ചുമിടുക്കന് പരിപൂർണ പിന്തുണ നൽകുന്നത്. ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ തന്നാൽ കഴിയും വിധമുള്ള സഹായം ചെയ്യണമെന്ന നല്ല മനസ്സുമായാണ് ഈ കൊച്ചുകുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ക്യാമറാമാൻ രതീഷ് രാജിനൊപ്പം ഷാജഹാൻ.